എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാർബൺ പേപ്പർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കാർബൺ പേപ്പർ നമ്മൾ സാധാരണ പുറത്തുനിന്ന് മേടിക്കുകയാണ് ചെയ്യുക. പെട്ടെന്നൊരു ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാർബൺ പേപ്പറാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 2 മെത്തേഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡിൽ ഇപ്പോൾ ഞാൻ 2 ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ ഒരു മെത്തേഡും മറ്റേതിൽ വേറെ മെത്തേഡും കാണിക്കാം. ഈ ഒരു ഷീറ്റ് എടുത്തിട്ട് നമ്മളൊരു പെൻസിൽ എടുക്കാം. HB പെൻസിലിനെക്കാളും 6 HB പെൻസിൽ ഉണ്ടല്ലോ, അതായത് കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ളത്, അതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് HB ആകുമ്പോൾ സാധാരണ ഡാർക്ക്നെസ്സാണ്, അതല്ലാതെ കുറച്ച് ഡാർക്കായിട്ട് 2 HB അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമ്മൾ പണിയൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു പെൻസിൽ എടുക്കുക, എന്നിട്ട് ഇതുപോലെ പേപ്പറിൽ ഇങ്ങനെ ഫുള്ളായിട്ട് പേപ്പർ മൊത്തമായിട്ട് കവർ ആവുന്ന രീതിയിൽ ഈ ഒരു ഇതിങ്ങനെ വരച്ച് കൊടുക്കും. എത്ര സ്പേസ് വിടാതെ കട്ടിക്ക് വരയ്ക്കുന്നോ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും നിങ്ങളുടെ കാർബൺ പേപ്പർ. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല വരച്ചത്, എന്നാലും എനിക്ക് ടെസ്റ്റ് ചെയ്തപ്പം കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് തന്നെ നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിത് മൊത്തമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഒരു കുഞ്ഞു പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കൂടെ ഇതിനൊന്ന് സ്പ്രെഡ് ചെയ്യാൻ മാത്രമാണ് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷീറ്റ്. ഇനി സെക്കൻഡ് ഷീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സെക്കൻഡ് കാർബൺ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ക്രയോൺ ആണ്. അപ്പോൾ ക്രയോൺ എടുക്കുന്നതിനെ കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കാർബൺ പേപ്പർ നമുക്ക് കിട്ടും. അതായത് ബ്ലാക്ക് വേണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് യൂസ് ചെയ്യാം, ബ്ലാക്ക് കളർ യൂസ് ചെയ്യാം. അതല്ല നമ്മൾ തുണിയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു യെല്ലോ പോലത്തെ ഒരു കളർ ഉണ്ടല്ലോ കാർബൺ പേപ്പറിൻ്റെ, അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യെല്ലോ കളറ് അല്ലെങ്കിൽ വൈറ്റ് കളറ് അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ കളേഴ്സ് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ബ്ലൂ കളർ വേണമെങ്കിലും എടുക്കാം. അപ്പം അതും ഇതുപോലെ നമ്മൾ ആ ഒരു പേപ്പർ എടുത്തിട്ട് നല്ല പോലെ മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുമ്പം അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ ചെയ്യുന്നത് കൊണ്ടാണ്. ഈ ബ്ലാക്ക് എത്രത്തോളം കവേർഡ് ആവുന്നോ അത്രയും ഡാർക്കായിട്ട് നമ്മുടെ ഔട്ട്ലൈൻ നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഡാർക്കായിട്ട് കിട്ടും. അപ്പം നമ്മുടെ 2 കാർബൺ പേപ്പേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കാർബൺ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിലിൽ ഒന്ന് ട്രേസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു കഥകളി ഫേസ് ആണ്. അപ്പം ഈ ഒരു വൈറ്റ് ബോട്ടിലാണ് ഞാൻ ട്രേസ് ചെയ്യുന്നത്. സാധാരണ ട്രേസ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ആ ഒരു ബ്ലാക്ക് കളറുള്ള സൈഡാണ് നമ്മൾ ബോട്ടിലിൻ്റെ മേലെ വെക്കേണ്ടത്, ബോട്ടിലേക്ക് ഫേസ് ചെയ്തിട്ട് വെക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ട്രേസ് ചെയ്യാനുള്ള ഡിസൈനും കൂടെ വെച്ചിട്ട് നമുക്ക് ട്രേസ് ചെയ്യാം. അപ്പം ഇത് ട്രേസ് ചെയ്തിട്ട്
കിട്ടുന്ന റിസൾട്ട് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഇത് ഔട്ട്ലൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഫിഗർ കിട്ടും. അതല്ല വരയ്ക്കാതെയും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിനി സെക്കൻഡ് മെത്തേഡിൽ ചെയ്തത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓറഞ്ച് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സെയിം പോലെ തന്നെ ആ വാക്സിൻ്റെ സൈഡാണ് നമ്മൾ ബോട്ടിലിൽ ഫേസ് ചെയ്യുന്ന രീതിയിൽ വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ വേറൊരു പേപ്പർ വെച്ചിട്ട് നമുക്ക് ട്രേസ് ചെയ്യാനുള്ള ഡിസൈൻ വെച്ചിട്ട് നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ട് തോന്നുന്നത്, ഈസി ആയിട്ട് തോന്നുന്നത്, ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.